ഇന്ന് സെപ്റ്റംബർ മാസം 14-ാം തീയതി. പരിശുദ്ധ കത്തോലിക്കാ തിരുസഭ ഇന്ന് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു. ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹാശംസകളും നിങ്ങൾക്കേവർക്കും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശെ നമിച്ചിടുന്നു. നമുക്കിന്ന് കുരിശിനെ നമിച്ചുകൊണ്ട് നമ്മുടെ ജീവിത മേഖലയിലൊക്കെ ദൈവം നൽകുന്ന എല്ലാ നന്മയും അനുഭവിക്കുവാനും രക്ഷണീയ കർമ്മത്തിൻ്റെ ഭാഗമായി നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ കുരിശ് സമ്മാനിക്കുന്ന എല്ലാ ദൈവികമായ കൃപകളെയും അനുഭവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കണമേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദൈവാലയ കർമ്മങ്ങളിൽ ശ്ലീവാചുംബനമുണ്ട്. നമുക്കിന്ന് ദൈവാലയത്തിൽ പോകുവാനായിട്ട് വിശുദ്ധ കർമ്മങ്ങളുടെ ഭാഗമാകുവാൻ സാധ്യമാകുന്നില്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിലുള്ള തിരുക്കുരിശിനെ ഒന്ന് വണങ്ങി ശ്ലീവായ ചുംബിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്നും രക്ഷയായിട്ട് ഉയർത്തപ്പെട്ട ഈ തിരുക്കുരിശ് ഉണ്ടാവണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കിന്ന് ജീവിക്കാം. സ്നേഹമുള്ളവരെ, പലപ്പോഴും ജീവിതയിടങ്ങളിലൊക്കെ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവാറുണ്ട്, ജീവിത കുരിശുകൾ ഉണ്ടാവാറുണ്ട്. ജീവിത കുരിശുകളെയൊക്കെ ഈശോയോട് ചേർത്ത് വെച്ച് തിരുക്കുരിശാക്കുവാനായിട്ട് നമുക്ക് ദിനത്തെ മാറ്റിവെക്കാം. സെപ്റ്റംബർ 14 കുരിശിൻ്റെ പുകഴ്ചയുടെ എല്ലാ നന്മയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ മാസം 14-ാം തീയതി വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിനം. AD 335 മുതൽ ജെറുസലേമിലും 5-6 നൂറ്റാണ്ട് മുതൽ ഗ്രീക്ക് സഭയിലും ലത്തീൻ സഭയിലും കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ കൊണ്ടാടി തുടങ്ങി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്കുണ്ടായ ദർശനമാണ് ഈ തിരുനാളിലുള്ള കാരണം. AD 326 ഹെലേന രാജ്ഞി യഥാർത്ഥ കുരിശ് കണ്ടുപിടിച്ചതും തിരുനാളിന്റെ പ്രചാരത്തിന് കാരണമായി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പ്രബലനായ മാക്സെൻസിയൂസ് രാജാവിന്റെ ആക്രമണത്തെ ഭയന്നിരിക്കുമ്പോൾ സത്യദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചു. അന്ന് അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നില്ല. രാത്രിയിൽ ചക്രവർത്തിക്ക് ഒരു ദർശനമുണ്ടായി. ആകാശത്തിൽ കുരിശാകൃതിയിൽ ഒരു പ്രകാശവും കുരിശിനെ വലയം ചെയ്യുന്ന വൃത്ത ആകൃതിയിലുള്ള ഒരു ലേഖനവും. ഈ അടയാളത്തിൽ നീ വിജയം വരിക്കുമെന്നായിരുന്നു എഴുതിയിരുന്നത്. ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് ചക്രവർത്തി ദർശിച്ച അടയാളം പതാകയിൽ ചേർക്കുവാൻ ആജ്ഞാപിച്ചു. അങ്ങനെ കോൺസ്റ്റന്റൈൻ ചെയ്തു, യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു. താമസിയാതെ മതപീഡനം നിർത്തിയതായും ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം നൽകിയതായും വിളംബരം ചെയ്തു. അതാണ് AD 313 പ്രസിദ്ധമായ മിലാൻ വിളംബരം. കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ സഭയിൽ സാർവത്രികമായത് ഹെറാക്ലിയൂസ് ചക്രവർത്തി പേർഷ്യൻ രാജാവായ കൊസ്റോസിനെ 3 പ്രാവശ്യം പരാജയപ്പെടുത്തി കുരിശിന്റെ തിരുശേഷിപ്പ് അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് സ്വായത്തമാക്കിയതിനു ശേഷമാണ്. AD 614 പേർഷ്യൻ രാജാവ് ജെറുസലേം പിടിച്ചടക്കി അവിടെ ഹെലേന രാജ്ഞി വെച്ചിരുന്ന കുരിശിന്റെ തിരുശേഷിപ്പ് തന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. AD 629 സെപ്റ്റംബർ 14-ാം തീയതി ജെറുസലേമിൽ കുരിശിന്റെ തിരുശേഷിപ്പ് പുനഃസ്ഥാപിച്ചു. അന്നു മുതൽ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ തിരുസഭയിൽ ആകമാനം കൊണ്ടാടുവാൻ തുടങ്ങി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഇപ്രകാരമാണ്: ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാറ്റിനെയും ഞാൻ എൻ്റെ പക്കലേക്ക് ആകർഷിക്കും. ഈ ദിവ്യഗുരുവിന്റെ വാക്കുകൾ ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ കുരിശ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയാണ്, എല്ലാ വരങ്ങളുടെയും കാരണമാണ്. അതുവഴി വിശ്വാസികൾ ബലഹീനതയിൽ ശക്തിയും ലജ്ജയിൽ മഹത്വവും മരണത്തിൽ ജീവനും കണ്ടെത്തുന്നു. സ്നേഹമുള്ളവരെ, നമുക്കിന്ന് കുരിശിന്റെ പുകഴ്ച ആഘോഷിക്കാം. എൻ്റെ ജീവിത കുരിശുകളൊക്കെ അനുഗ്രഹമാകണമെന്ന് പ്രാർത്ഥന നമുക്കിന്നുണ്ടാവട്ടെ. കുരിശടയാളം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇന്ന് മുതൽ ധരിക്കുന്ന കുരിശും വരയ്ക്കുന്ന കുരിശുമൊക്കെ ജീവിത കുരിശുകളാകുമ്പോൾ അവയെ തിരുക്കുരിശാക്കി മാറ്റുവാൻ ദൈവത്തോട് ചേർത്ത് വെക്കണം. ജീവിത ബന്ധങ്ങൾ കുരിശായിട്ട് തോന്നിപ്പോകാം, വ്യക്തിബന്ധങ്ങൾ കുരിശായിട്ട് തോന്നാം, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ, കുടുംബജീവിതത്തിലെ ചില പ്രാരാബ്ധങ്ങളൊക്കെ കുരിശുകളായിട്ട് ഭവിക്കപ്പെടുമ്പോൾ അവയെല്ലാം ഈശോയോട് ചേർത്ത് വെച്ച് എനിക്കും ഒരു രക്ഷകനുണ്ട്, എനിക്ക് വേണ്ടി കാൽവരിയിൽ ബലിയാഗമായി മാറിയ തിരുക്കുമാരൻ്റെ തിരുച്ചോര കൊണ്ട് എന്നെ കഴി ശുദ്ധമാക്കണമേ എന്ന പ്രാർത്ഥനയിൽ നമുക്ക് ഈ ദിനത്തെ പവിത്രമാക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.